SIP വഴി എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ശീലമാണ്. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും ലോങ് ടേം റിട്ടേൺസിനെ സീരിയസ്ലി ബാധിക്കുന്ന 5 മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഇവിടുത്തെ പ്രശ്നം SIP വഴി ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. ഇവിടുത്തെ ശരിക്കുള്ള പ്രശ്നം എങ്ങനെയാണ് SIP ശരിക്കും വർക്ക് ചെയ്യുന്നത് അറിയാത്തതാണ്. അപ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് SIP നിങ്ങൾ നിർത്തുന്നതാണ്. രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ SIP എമൗണ്ട് നിങ്ങൾ കൂട്ടാത്തതാണ്. ഇനി മൂന്നാമത്തെ കാര്യം ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഇല്ലാതെ ഒരു റാൻഡം SIP നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട 5 കോമൺ SIP ട്രാപ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് ട്രാപ്പ് നമ്പർ 1 നിന്ന് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ കോമൺ ആയ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണിത്. അപ്പം അതാണ് നിങ്ങളുടെ SIP ഇൻസ്റ്റാൾമെന്റ്സ് നിങ്ങൾ മിസ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ഒരു 5000 രൂപയുടെ SIP നിങ്ങൾ സെറ്റ് ചെയ്തു. എല്ലാ മാസവും 5-ാം തീയതി അത് ഡെബിറ്റ് ആവും. പക്ഷെ ഒരു മാസം നിങ്ങളുടെ സാലറി ഇവിടെ ഡിലേ ആയി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആവശ്യത്തിനുള്ള ബാലൻസ് ഇല്ലാതെ ആയപ്പോൾ നിങ്ങളുടെ SIP ഇവിടെ മുടങ്ങി. അപ്പോൾ ഇവിടെ ഇപ്പം വരുന്ന ചോദ്യം ഇതാണ്, ഒരു SIP ഫെയിൽ ആകുമ്പം ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പം ആദ്യം ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലാരിഫിക്കേഷൻ പറയാം. മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് SIPs മുടങ്ങുമ്പോൾ പൊതുവെ പെനാൽറ്റി ഇവിടെ ചാർജ് ചെയ്യാറില്ല. എന്നാൽ SIP ഓട്ടോ ഡെബിറ്റ് മാൻഡേറ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ബാങ്ക് അവരുടെ പോളിസീസ് പ്രകാരം NACH അല്ലെങ്കിൽ ECS റിട്ടേൺ ചാർജ് ചെയ്യും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാങ്കുകൾ അവരുടെ ഓൺ റൂൾസ് പ്രകാരം ഒരു ചെറിയ റിട്ടേൺ ചാർജ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾ SIP മിസ്സായാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മിസ്സായെന്നല്ല. അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത ചാർജുകളിലേക്ക് നമ്മളിവിടെ എത്തിക്കാം. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് പ്രൊഫൈലിനെ ഇത് ബാധിക്കാം. ഇവിടുത്തെ ശരിക്കുള്ള ഡാമേജ് എന്ന് പറയുന്നത് പെനാൽറ്റി അല്ല. അപ്പോൾ ഇവിടുത്തെ ശരിക്കുള്ള ഡാമേജ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കാനുള്ള നിങ്ങളുടെ അവസരം നഷ്ടമാവുന്നതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് SIPയുടെ പുറകിലെ ബേസിക് ഐഡിയ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം മാർക്കറ്റ് ഇടിയുമ്പോൾ സെയിം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ മാർക്കറ്റ് കയറുമ്പോൾ സെയിം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വെച്ച് നമുക്ക് കുറവ് യൂണിറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു റിയലിസ്റ്റിക് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാ മാസവും 10000 രൂപ വെച്ച് SIP വഴി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇപ്പം ഇവിടെ മാർക്കറ്റ് എല്ലാ മാസവും ഒരേ ഡയറക്ഷൻ തന്നെ ആവില്ല പോകുന്നത്. ചിലപ്പം NAV കയറും, ചിലപ്പം കുറയും, എന്നിട്ട് റിക്കവർ ആവും. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് 60000 രൂപയാണ്. ഇവിടെ നിങ്ങൾ 323.49 യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്ന ഏകദേശം 185.48 രൂപയാണ്. ഇനി ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഇതാണ്, നിങ്ങൾ എല്ലാ മാസവും സെയിം 10000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. എന്നാൽ NAV 182.55 ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് 54.78 യൂണിറ്റ്സ് ലഭിച്ചു. അതുപോലെ NAV 165.18 ആയിരുന്നപ്പം സെയിം 10000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏകദേശം 60.54 യൂണിറ്റ്സ് ആണ് ലഭിച്ചത്. ഇത് വേറൊരു രീതി പറഞ്ഞാൽ മാർക്കറ്റ് എപ്പം ബോട്ടം എത്തും എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ കണക്കാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. SIP വഴി സെയിം എമൗണ്ട് റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ NAV കുറയുമ്പോൾ കൂടുതൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യും, NAV കൂടുതലായിരിക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് യൂണിറ്റ്സ് മാത്രം അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ 6 മാസം കഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്ററിന്റെ ആവറേജ് പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഏകദേശം 185.48 രൂപയാണ്. ഇനി നിങ്ങൾ ഇത് മിസ്സിംഗ് SIP ട്രാപ്പ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. സപ്പോസ് മാർച്ചിലെ NAV 165.18 രൂപയായിരുന്നപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ സഫീഷ്യന്റ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ SIP മിസ്സായി. അപ്പോൾ ആ ഒരു മാസം തന്നെ 10000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം 60.54 യൂണിറ്റ്സ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമായിരുന്നു. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം യൂണിറ്റ്സ് ലഭിക്കുന്ന മാസമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ SIP മിസ്സായതുകൊണ്ട് 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാത്തതിൽ മാത്രം ഇവിടെ ഒതുങ്ങുന്നില്ല. ഇനി നമുക്ക് വേറൊരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ നോക്കാം. ഏകദേശം ഡിസംബർ 2020 ഈ ഒരു സെയിം ഫണ്ടിന്റെ NAV ഏകദേശം 50 രൂപയായിരുന്നപ്പോൾ നിങ്ങൾ 10000 രൂപയുടെ SIP ഇൻസ്റ്റാൾമെന്റ് മിസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ 10000 ഡിവൈഡ് ബൈ 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 200 യൂണിറ്റ്സ് നേടാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഇവിടെ മിസ്സായത്. ഇനി നമ്മളൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ജൂൺ 2026 പോവാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു സെയിം ഫണ്ടിന്റെ NAV 203.51 രൂപയായിരുന്നു. സോ നിങ്ങൾ അന്ന് മിസ്സാക്കിയ 200 യൂണിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 40,702 രൂപയാണ് മിസ്സാക്കിയത്. അതായത് 200 യൂണിറ്റ്സ് ഇൻറ്റു 203.51. സോ ഇവിടെ നിങ്ങൾ ഒരു മാസത്തെ SIP മിസ്സാക്കിയതുകൊണ്ട് ആ ഒരു സമയത്ത് ജസ്റ്റ് 10000 രൂപ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നതിൽ അത് ഒതുങ്ങുന്നില്ല. അപ്പോൾ ലോങ് ടേമിൽ അക്യുമുലേറ്റ് ചെയ്യാമായിരുന്ന യൂണിറ്റ്സിന്റെ ഫ്യൂച്ചർ വാല്യൂ കൂടി നിങ്ങൾ ഇവിടെ മിസ്സാക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ വേറൊരു രീതി പറഞ്ഞാൽ ആ പീരീഡിൽ യൂണിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള അവസരം പൊട്ടൻഷ്യലി മിസ്സാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത് ഇവിടെ. സോ ഇവിടുത്തെ സിമ്പിൾ സൊല്യൂഷൻ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ SIP ഡേറ്റ് സാലറി ക്രെഡിറ്റ് ആയതിനു ശേഷം വരുന്ന അടുത്ത 2-3 ദിവസത്തിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ചെറിയൊരു ബഫർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ഇവിടെ സ്മൂത്ത് ആയിട്ട് നടന്നോളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാപ്പ് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ SIP തുടങ്ങി, എന്നാൽ എല്ലാ വർഷവും നിങ്ങൾ സെയിം എമൗണ്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമ്മളൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ 50000 രൂപ സാലറി ഉണ്ടായിരുന്നപ്പോൾ ഒരു 5000 രൂപയുടെ മന്ത്ലി SIP നിങ്ങൾ തുടങ്ങിയെന്ന് വിചാരിക്കുക. 5 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സാലറി 80000 രൂപയിലേക്ക് കൂടി. എന്നാൽ നിങ്ങളുടെ SIP എമൗണ്ട് ഇപ്പോഴും വെറും 5000 രൂപ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻകം കൂടുമ്പോൾ വെൽത്ത് ക്രിയേഷനിലേക്കുള്ള നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ സെയിം ആവുന്നതാണ്.
അപ്പോൾ ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് SIP ആണ്. അപ്പോൾ ഇത് നമ്മൾ ടോപ്പ് അപ്പ് SIP എന്നും പറയും. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങളുടെ SIP എമൗണ്ട് പതുക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നമ്മളിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അമൻ അതുപോലെ തന്നെ രാഹുൽ. അപ്പോൾ ഇവിടെ രണ്ടുപേരും 5000 രൂപയുടെ മന്ത്ലി SIP വെച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ, രാഹുൽ അടുത്ത 15 വർഷത്തേക്ക് 5000 രൂപയുടെ SIP ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്നാൽ അമനാണെങ്കിൽ എല്ലാ വർഷവും SIP എമൗണ്ട് 10% വെച്ച് കൂട്ടും. ഇനി നമുക്ക് ലോങ് ടേമിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 15 വർഷത്തേക്ക് ഒരു ആവറേജ് ഒരു 12% ആനുവൽ റിട്ടേൺ ആണ് എടുക്കുന്നത്. സോ നിങ്ങളുടെ ഇൻകം ഇവിടെ കൂടുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നിങ്ങളുടെ SIP കുറച്ച് വെച്ച് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം നിങ്ങളത് ചെയ്യുക. ഇപ്പോൾ സെബിയുടെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ മെറ്റീരിയലും അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയും ഇൻവെസ്റ്ററിനെ ഡിസിപ്ലിനും ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് അപ്രോച്ച് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മളിവിടെ ഓർക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്, നിങ്ങളുടെ ഇൻകം കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റെപ്പ് അപ്പ് SIP കൺസിഡർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കാൽക്കുലേറ്ററിൽ വലിയ എമൗണ്ട് കണ്ടെന്നോർത്ത് പോയി നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കൂട്ടരുത്. അപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും സസ്റ്റൈനബിൾ ആയിരിക്കണം. ഇനി ഉള്ളതിൽ ഏറ്റവും ഇമോഷണൽ ട്രാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് മാർക്കറ്റ് ക്രാഷ്. അപ്പോൾ പോർട്ട്ഫോളിയോ റെഡ് ആവാൻ തുടങ്ങുമ്പോൾ മിക്ക ഇൻവെസ്റ്റേഴ്സിന്റെ ആദ്യത്തെ റിയാക്ഷൻ ഇതാണ്, ഞാൻ SIP അങ്ങ് നിർത്താം, കാരണം മാർക്കറ്റ് ഇനി ഇടിയാം, അപ്പം എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വീണ്ടും തുടങ്ങാമെന്ന്. പക്ഷേ മിക്ക കേസിലും ഇവിടെയാണ് ഏറ്റവും അധികം ഡിസിപ്ലിൻ വേണ്ടത്. അപ്പോൾ മാർക്കറ്റ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റിംഗിന്റെ ഒരു നാച്ചുറൽ പാർട്ടാണ്. അപ്പോൾ ഷോർട്ട് ടേമിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാം, അതുപോലെ തന്നെ താഴേക്കും പോകാം. എന്നാൽ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് കൺസിസ്റ്റൻസി അതിൽ പേഷ്യൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർക്കും മുൻകൂട്ടി പറയാൻ പറ്റില്ല എപ്പോൾ മാർക്കറ്റ് സ്റ്റേബിൾ ആവും എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമുക്കൊന്ന് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഹിസ്റ്റോറിക്കൽ NAV ഡേറ്റ വെച്ചിട്ടൊന്ന് മനസ്സിലാക്കാം. സപ്പോസ് ഒരു ഇൻവെസ്റ്റർ NAV ഇടിയെന്ന് കണ്ടിട്ട് മാർച്ചിൽ അദ്ദേഹത്തിന്റെ SIP നിർത്തുവാണ്. അപ്പോൾ അവർ ഓർക്കുവാണ് മാർക്കറ്റൊക്കെ ഒന്ന് കുറച്ച് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് വീണ്ടും തുടങ്ങാമെന്ന്. എന്നാൽ ഏപ്രിൽ NAV 192.08 റിക്കവറായി. അപ്പം ഇൻവെസ്റ്റർ ഇങ്ങനെ ചിന്തിക്കാം, മാർക്കറ്റ് ഓൾറെഡി റിക്കവറായി, ഇനി അടുത്ത കറക്ഷന് ശേഷം ഞാൻ SIP റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ പിന്നെ മെയ് ആയി, പിന്നെ ജൂണായി, അങ്ങനെ അത് പോയി. സോ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ SIP സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെമ്പററി ഡിസിഷൻ പിന്നെ മൾട്ടിപ്പിൾ മിസ്ഡ് ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് മാറി. ഇനി ഇതിലും വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് SIP സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ പിന്നെ ഒരിക്കലും തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്താണ്, ഒരു ഇൻവെസ്റ്റർ SIP സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇനി എപ്പോഴാണ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, ഇനി കുറച്ചും കൂടി ഇടിയട്ടെ എന്നുള്ളത്. ഇനിയിപ്പോൾ മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ നമ്മളുടെ ചിന്ത ഇവിടെ മാറും, ഇപ്പോൾ ഓൾറെഡി എക്സ്പെൻസീവ് ആയല്ലോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു കൺഫ്യൂഷനിൽ ഇൻവെസ്റ്റർ ആഴ്ചകളോ മാസങ്ങളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാലമൊക്കെ മാർക്കറ്റിൽ നിന്ന് പുറത്ത് നിൽക്കാനുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്കറ്റ് കറക്ഷൻ സമയത്ത് SIP നിർത്തുന്നതിന്റെ റിസ്ക് ഒരു ഇൻസ്റ്റാൾമെന്റ് മിസ് ചെയ്യുന്നതിൽ മാത്രം ഇവിടെ ഒതുങ്ങുന്നില്ല. അപ്പോൾ ഇവിടുത്തെ റിയൽ റിസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ഡിസിപ്ലിൻ ബ്രേക്ക് ആവുന്നതാണ്. കാരണം ഇന്ന് SIP നിർത്തുന്ന ഒരാൾ എന്ന് തിരിച്ചു വരും എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ഇപ്പം നിങ്ങളുടെ ജോലി നഷ്ടമാവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ എമർജൻസി വരുവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാഷ് ഫ്ലോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ SIP റിവ്യൂ ചെയ്യുന്നത് പെർഫെക്റ്റ്ലി റീസണബിൾ ആണ്. എന്നാൽ ഇവിടെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്നും മാറിയിട്ടില്ല, മറിച്ച് മാർക്കറ്റ് ഫിയർ കാരണം മാത്രം നിങ്ങൾ SIP നിർത്തിയാൽ അത് നിങ്ങളെ ഒരു ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കും. മാർക്കറ്റ് ടൈം ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വരും. സോ ഇതുവരെ നമ്മൾ എന്തൊക്കെ കവർ ചെയ്തു? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ SIP മിസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ട്രാപ്പ് നമ്മൾ പറഞ്ഞ് SIP എമൗണ്ട് കൂട്ടാത്തതാണ്. മൂന്നാമത്തെ ട്രാപ്പ് നമ്മൾ പറഞ്ഞ് മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് നമ്മൾ SIP നിർത്തുന്നതാണ്. എന്നാൽ ഇനിയും 2 ഇമ്പോർട്ടൻറ്റ് ട്രാപ്സ് കൂടി ഉണ്ട്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഹാപ്പി ആവുന്ന ഒരു ട്രാപ്പാണ്. പക്ഷേ ആക്ച്വലി ആ പണം എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. ഇനിയിപ്പം അടുത്തൊരു ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫൈനാൻഷ്യൽ ഗോളിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പോലും അറിയാതെ SIP വഴി തുടർച്ചയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാപ്പാണ്. ഇനി നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് കൺഫ്യൂസ്ഡ് ആവുന്ന ട്രാപ്പിലേക്ക് നമുക്ക് പോകാം. ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, എനിക്ക് എൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഡിവിഡൻഡ് ലഭിക്കുകയാണ്, അതായത് എൻ്റെ ഇൻവെസ്റ്റ്മെന്റ്സ് എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യുവാന്നാണ്. പക്ഷേ മ്യൂച്വൽ ഫണ്ട്സിൽ മുമ്പ് ഡിവിഡൻഡ് ഓപ്ഷൻ എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ IDCW എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ IDCWന്റെ ഫുൾ ഫോം വരുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ എന്നാണ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, മ്യൂച്വൽ ഫണ്ട് IDCW എന്നത് ഗ്യാരണ്ടി ആയിട്ടുള്ള എക്സ്ട്രാ ഇൻകം അല്ല എന്നുള്ള കാര്യമാണ്. ഒരു സ്കീം IDCW ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് സ്കീമിന്റെ NAV അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ഇപ്പം IDCWന് മുമ്പ് NAV 100 രൂപയായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ 5 രൂപയായിരുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് NAV 95 രൂപയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, IDCW വഴി നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ നിങ്ങളുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പസിൽ നിന്നാണ് പേ ചെയ്യുന്നത്. ഇപ്പോൾ റെഗുലേഷൻസ് അനുസരിച്ച് ആപ്ലിക്കബിൾ അൺറിയലൈസ്ഡ് ലോസ് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം ഫണ്ടിന്റെ റിയലൈസ് ഗെയിൻസിൽ നിന്നാണ് IDCW ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക. ഇതിപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് ഒരു പാർട്ട് പേ ഔട്ട് ആയി എടുക്കുന്നത് പോലെ തന്നെയാണ്. ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എങ്കിൽ ഇതുപോലുള്ള റെഗുലർ ഇന്റർവെൽസിൽ പേ ഔട്ട് ലഭിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കുറയ്ക്കാൻ കാരണമാവും. സോ ഇത് നിങ്ങളുടെ ലോങ് ടേം കോമ്പൗണ്ടിങ് ബെനിഫിറ്റ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഗ്രോത്ത് ഓപ്ഷനിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത എമൗണ്ട് ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ആയിട്ട് തുടരും.
അപ്പൊ അതുകൊണ്ട് തന്നെ ടൈം കഴിയുമ്പോൾ കോമ്പൗണ്ടിങ്ങിന് ബെനിഫിറ്റ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ ഇതിന്റെ അർത്ഥം IDCW ഒരു തെറ്റായ ചോയ്സ് എന്നാണോ? ഒരിക്കലല്ല. ഒരു ഇൻവെസ്റ്ററിന് ജെന്യൂലി റെഗുലർ ക്യാഷ് ഫ്ലോ ആവശ്യമുണ്ടെങ്കിൽ IDCW അവർ ഫൈനാൻഷ്യൽ പ്ലാന്റെ പാർട്ടാക്കാം. എന്നാൽ നിങ്ങൾ ഇതിന്റെ വർക്കിംഗ് കറക്റ്റ് മനസ്സിലാക്കാതെ എനിക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രം IDCW ചൂസ് ചെയ്യുന്നത് ശരിയായ ഒരു രീതിയല്ല. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാപ്പിലേക്ക് നമുക്ക് പോവാം. അതാണ് ട്രാപ്പ് നമ്പർ 5, റാൻഡം SIP ഇൻവെസ്റ്റിംഗ്. അപ്പൊ മിക്ക ആൾക്കാരും എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഒരു മ്യൂച്വൽ ഫണ്ട് പേര് കേട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു SIP ചെയ്യും. പിന്നെ ഇഷ്ടപ്പെട്ട വേറൊരു ഫണ്ട് കിട്ടുമ്പോൾ അതിലൊരു സെക്കൻഡ് SIP ചെയ്യും. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പുതിയ ട്രെൻഡ് വരുമ്പോൾ അതിലൊരു തേർഡ് SIP തുടങ്ങും. അപ്പോൾ ഇവിടെ നമ്മളൊരു 5 വർഷം കഴിഞ്ഞ് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ജസ്റ്റ് ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്നാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന് എപ്പോഴും ഒരു ക്ലിയർ പർപ്പസ് ഇവിടെ ഉണ്ടാവണം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു 5000 രൂപയുടെ SIP റിട്ടയർമെന്റിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു കാറിന്റെ ഡൗൺ പേയ്മെന്റിന് വേണ്ടിയിട്ടാണോ? നിങ്ങളുടെ 10000 രൂപയുടെ SIP ചൈൽഡ് എഡ്യൂക്കേഷൻ വേണ്ടിയിട്ടാണോ അതോ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? കാരണം ഓരോ ഫൈനാൻഷ്യൽ ഗോളിന്റെയും ടൈം ഹൊറിസോൺ ഇവിടെ ഡിഫറെന്റ് ആയിരിക്കും. അതിൽ റിസ്ക് ലെവൽ ഇവിടെ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ ഒരു സിമ്പിൾ ഫ്രെയിം വർക്ക് യൂസ് ചെയ്യാം. ഷോർട്ട് ടേം ഗോൾസ് എന്നത് റിലേറ്റീവ്ലി പെട്ടെന്ന് തന്നെ പണം ആവശ്യം വരാൻ സാധ്യതയുള്ള ഗോൾസ് ആണ്. മീഡിയം ടേം ഗോൾസ് എന്നത് കുറച്ച് വർഷത്തെ ടൈം ഹൊറിസോണിലുള്ള ഗോൾസ് ആണ്. ലോങ് ടേം ഗോൾസിൽ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ പോലുള്ള ഒബ്ജക്റ്റീവ്സ് വരും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ഗോൾ ഇല്ലാതെ SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ കാർ ഓടിക്കുന്ന പോലെയാണ്. ഇവിടെ കാർ ഓടുന്നുണ്ട്, ഫ്യൂൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആക്ച്വലി എവിടെയും നമ്മൾ പോകുന്നെന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു ഐഡിയ ഇല്ല. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചൈൽഡ് എഡ്യൂക്കേഷനായിട്ട് 10 വർഷത്തേക്ക് മാസം 8000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്. ഹൗസ് ഗോളിനായിട്ട് 5 വർഷത്തേക്ക് മാസം 15000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്. റിട്ടയർമെന്റിനായിട്ട് 20 വർഷത്തേക്ക് മാസം 20000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു സ്വപ്നം ഫൈനാൻഷ്യൽ ഗോളായിട്ട് മാറാനായിട്ട് 2 പ്രധാന ഇൻഗ്രീഡിയൻസ് വേണം. അപ്പൊ എത്ര എമൗണ്ട് ആണ് നമുക്ക് വേണ്ടത്, അതുപോലെ അത് നേടാനായിട്ട് എത്ര സമയമുണ്ട്? അപ്പോൾ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് നിങ്ങളെ 3 രീതിയിൽ ഇതിന് സഹായിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എത്ര വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ എത്ര നാളത്തേക്ക് ഇൻവെസ്റ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇനി മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ, ഷോർട്ട് ടേം മാർക്കറ്റ് നോയ്സ് ബേസ് ചെയ്ത് ഇമോഷണൽ ഡിസിഷൻ എടുക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇത് സഹായിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്താലോ? അപ്പോൾ ആദ്യത്തെ ട്രാപ്പ് നമ്മൾ പറഞ്ഞെന്താണ്? നമ്മുടെ SIP മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റിംഗ് ഡിസിപ്ലിൻ മിസ് ചെയ്യാം. ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രാപ്പ് പറഞ്ഞത്, നമ്മുടെ SIP എമൗണ്ട് നമ്മൾ ഒരിക്കലും കൂട്ടാതിരുന്നാൽ നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന വരുമാനത്തിന്റെ ബെനിഫിറ്റ് നമുക്ക് ഇവിടെ നഷ്ടമാവാം. ഇനി മൂന്നാമത്തെ ട്രാപ്പ് നമ്മൾ പറഞ്ഞ്, മാർക്കറ്റ് ക്രാഷിന്റെ സമയത്ത് SIP നിർത്തുന്നത് നിങ്ങളുടെ ലോങ് ടേം ഫൈനാൻഷ്യൽ പ്ലാനിനെ ബാധിക്കാൻ ചാൻസ് ഉള്ള ഇമോഷണൽ ഡിസിഷനിലേക്ക് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാക്കാം. ഇനി നാലാമത്തെ ട്രാപ്പ് നമ്മൾ പറഞ്ഞ്, IDCW ഒരു ഫ്രീ ഇൻകം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് ആക്ച്വലി അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി അഞ്ചാമത്തെ ട്രാപ്പ് നമ്മൾ പറഞ്ഞ്, ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഇല്ലാതെ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിലെ ഡയറക്ഷൻ നഷ്ടപ്പെടാൻ ഇടയാക്കും. SIP ഒരു പവർഫുൾ ഇൻവെസ്റ്റ്മെന്റ് ടൂളാണ്. പക്ഷേ ഏതൊരു ടൂൾ പോലെ തന്നെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ എഫക്റ്റീവ് ആയിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ. സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോൾ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. അതുപോലെ നിങ്ങളുടെ ഓൺ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ഡിസിഷൻ എടുക്കുക. അതിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു ക്വാളിഫൈഡ് ഫൈനാൻഷ്യൽ അഡ്വൈസ് എന്ന് അഡ്വൈസും എടുക്കാം. ഇനിയിപ്പം നിങ്ങൾ പറ, നമ്മൾ ഇന്ന് പറഞ്ഞ 5 SIP മിസ്റ്റേക്സിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ട് കവർ ചെയ്തതാണ്. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിലേക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.